എന്തിനാണ് ഒരു ചെറിയ കിളിയെ കൊണ്ട് ആമുഖം പ്രസംഗിപ്പിച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വലിയ പ്രതീക്ഷകളാണ്, പ്രത്യേകിച്ച് പാപ്പയുടെ ഓർമ്മ പുതുക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇത്തരം പ്രസംഗങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്, അതുകൊണ്ട് വളരെ ലളിതമായി സംസാരിക്കുകയാണ്. എൻ്റെ നാടായ ചേന്നൂർ ഒരു സമര പരിപാടിയിൽ എത്തേണ്ടതായിരുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന മാർപ്പാപ്പ മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും എല്ലാ സൂക്ഷ്മമായ ജീവികളോടും തൻ്റെ കരുണ കാണിച്ച, മനസ്സ് തുറന്ന വലിയ ഇടയൻ നമ്മെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചർച്ചകൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നടത്തുകയാണ്. ആ ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിസ്റ്റത്തോടുള്ള അതിൻ്റെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ഫേസ് എന്താണ് എന്ന്, ആ സിസ്റ്റത്തിൻ്റെ അകത്തെ പല ആൾക്കാരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, 2 പോപ്സ് എന്ന് പറയുന്ന. പോപ്പ് ബെനഡിക്റ്റും പോപ്പ് ഫ്രാൻസിസും തമ്മിലുള്ള, ഫ്രാൻസിസ് പാപ്പയും തമ്മിലുള്ള വളരെ രസകരമായ സംഭാഷണങ്ങൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ കോൺവെർസേഷൻസ് വളരെ രസകരമാണ്. കാർഡിനലായി മാർപ്പാപ്പയെ സന്ദർശിക്കാൻ, പോപ്പ് ബെനഡിക്റ്റിനെ സന്ദർശിക്കാൻ എത്തി രാജി നൽകാൻ ഒരുങ്ങുന്ന കാർഡിനൽ ഫ്രാൻസിസ് ആണ് പിന്നീട് വലിയ ഇടനായി കടന്നു വരുന്നത്. പ്രണയം നിരസിക്കപ്പെടുമ്പോഴാണ് അദ്ദേഹം വൈദികനാകാൻ തീരുമാനിക്കുന്നത്. ആ വൈദികനാകാൻ തീരുമാനിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഴികൾ എന്നും വ്യത്യസ്തമായിരുന്നു. പോപ്പ് ഫ്രാൻസിസും പോപ്പ് ബെനഡിക്റ്റും നടത്തിയ എല്ലാ സംഭാഷണങ്ങളിലും വളരെ ശക്തമായ വിയോജിപ്പ് പോപ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പയോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പോപ്പ് ബെനഡിക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മർ പാലസിൽ താമസിക്കുമ്പോൾ ഫുട്ബോളിനോട് വലിയ പ്രണയമുണ്ടായിരുന്ന പോപ്പ് ഫ്രാൻസിസ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി തന്നെ നിലനിൽക്കുമ്പോൾ എന്നും ഫുട്ബോളിനോട് വലിയ പ്രണയമായിരുന്നു. ഫുട്ബോൾ ഏത് സമയത്തും കാണാൻ വലിയ ആവേശം കാണിക്കുന്ന, അത് ഔദ്യോഗിക പോപ്പിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുമ്പോഴും അദ്ദേഹം കാണുകയാണ്. ആ അർദ്ധരാത്രിയുള്ള പല കോൺവെർസേഷൻസിലും ശക്തമായ വിയോജിപ്പ് പോപ്പ് ബെനഡിക്റ്റ് പോപ്പ് ഫ്രാൻസിസിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല വിഷയങ്ങളിലുമുള്ള ശക്തമായ എതിർപ്പ്, സഭയുടെയും വ്യക്തിപരമായി തൻ്റെ രീതികളോടുമുള്ള എതിർപ്പ് പോപ്പ് ബെനഡിക്റ്റ് രേഖപ്പെടുത്തുമ്പോഴും പോപ്പ് ബെനഡിക്റ്റ് പറയുന്നുണ്ട്, കാർഡിനൽ, യു ആർ വെരി പോപ്പുലർ. എന്താണ് നിങ്ങൾക്ക് ഇത്രയും പോപ്പുലാരിറ്റി നൽകുന്നത്? എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരണം. സമ്മർ പാലസിൽ നിന്ന് ഔദ്യോഗികമായ കർത്തവ്യങ്ങൾക്ക് വേണ്ടി വത്തിക്കാനിലേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ തോട്ടക്കാരൻ ഒരു ചെറിയ ചെടി പറിച്ച് പോപ്പ് ഫ്രാൻസിസിന് നൽകുക. അപ്പോൾ പോപ്പ് ബെനഡിക്റ്റ് ചോദിക്കുന്നുണ്ട്, എന്താണിത്? അത് ഇവിടുത്തെ തോട്ടക്കാരൻ എനിക്ക് നൽകിയ ഒരു സമ്മാനമാണ്. അപ്പോൾ പോപ്പ് ബെനഡിക്റ്റ് പറയുന്നുണ്ട്, തോട്ടക്കാരൻ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടവും വിശ്വാസവും സ്വീകാര്യതയുമുള്ള ആളാണ്. പല സംഭാഷണങ്ങളിലും പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട്, വൈ ഡിഡ് ജീസസ് ബിൽഡ് വാൾസ്? ഇവിടെ കുടിയേറ്റ നയത്തെക്കുറിച്ച് പറഞ്ഞു. അതിനൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വത്തിക്കാനിലുണ്ട്. അഭയാർത്ഥികളായി വരുന്ന ആളുകളോട് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുള്ള സമീപനം. പോപ്പ് ബെനഡിക്റ്റിനോട് ചോദിക്കുന്നത് ഡിഡ് ജീസസ് ബിൽഡ് വാൾസ് എന്നാണ്.
ജീസസിന്റെ മുഖം കരുണയുടെ, മേഴ്സി, ദ ഫേസ് ഓഫ് മേഴ്സി ആണ് ജീസസിന്റെ മുഖം. The more sinner he is, the more warmer Jesus used to be. കഠിനമായ പാപങ്ങൾ ചെയ്യുന്ന ആളോട് കഠിനമായ വാംത്ത് കാണിച്ച ആളാണ് യേശു ക്രിസ്തു. മേഴ്സി എന്ന് പറയുന്നത് ഈ മതിലുകൾ തകർക്കുന്ന ഡൈനമൈറ്റായി മാറും എന്നാണ്. വളരെ വ്യക്തമായ സന്ദേശമായിരുന്നു. കുടിയേറ്റക്കാർക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ട്രീറ്റ് വേൾഡ് ആസ് വൺ ഫാമിലി, വസുദൈവ കുടുംബക എന്ന ആ സങ്കല്പത്തിലേക്ക് പോപ്പിൻ്റെ ചിന്താഗതി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, ഇവിടെ സൂചിപ്പിച്ചു, പല രീതിയിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച്. പോപ്പ് ഫ്രാൻസിസ് ഹൈക്കോർട്ട്, വി ഹാവ് സ്പെൻഡ് ദീസ് ലാസ്റ്റ് ഇയർ disciplining anyone who disagree with our line on divorce, disagrees with our birth control, on being gay, while our planet was being destroyed, while inequality grew like cancer. We worried whether it was all right to speak the mass in Latin, whether girls should be allowed to be altar servers. We built walls around us all the time. The real danger was inside within us. പല വിഷയങ്ങളെക്കുറിച്ചും ലോകം ചർച്ച ചെയ്യുന്ന, ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുർബാന ലത്തീൻ ഭാഷയിൽ ചൊല്ലണമോ, നമ്മളുടെ അൾത്താര ബാലകരായിട്ടുള്ള സേവകരായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളാകണമോ എന്നുള്ള ചർച്ചകൾ നടക്കുക. ഇവിടെയെല്ലാം നമ്മൾ മതിലുകൾ പണിയുകയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചാക്രിയ ലേഖനങ്ങൾ 2024 ചാക്രിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അബൌട്ട് വാർസ്, യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ഇനീക്വാളിറ്റിയെക്കുറിച്ച്, സമൂഹത്തിലുള്ള അസമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയെല്ലാം വളരെ കൃത്യമായ ഒരു നയമാണ് പാപ്പ സ്വീകരിച്ചിട്ടുള്ളത്. പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ലോകത്തിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനതയോടും, എല്ലാ മതങ്ങളോടും, എല്ലാ സമൂഹങ്ങളോടും സഹിഷ്ണുതയോടുകൂടി നോക്കിക്കണ്ട ഒരു മനുഷ്യ സ്നേഹി. ഗേ കപ്പിൾസ് ആയിട്ടുള്ള ആളുകളുടെ മാരേജ് സഭ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് നൽകുന്ന അനുഗ്രഹം, അവർ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ, എന്നും വ്യത്യസ്തമാർന്ന വഴികളിലൂടെ സഞ്ചരിച്ച, എന്നും വ്യത്യസ്തമാർന്ന രീതികളിൽ പുലർത്തിയ, വ്യത്യസ്തമാർന്ന ജീവിതം നയിച്ച, ഈ ലോകത്തിന് മുഴുവൻ വലിയ ഇടയനായിരുന്ന മാതൃക കാണിച്ച പാപ്പയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ആ പോരാട്ട വീര്യം നമ്മളുടെ എല്ലാം ഉള്ളിലും മനസ്സുകളിലും ഇടയിലും ഒരു നല്ല നാളേക്കായി ഉണ്ടാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഉദ്ഘാടനം ചെയ്യും.